ഹലോ ഹായ്. ഇന്ന് കൺസൈൻമെൻറ്റിൽ എല്ലാവരും കുറച്ച് ടഫാണെന്ന് പറയണ നമ്മുടെ മെറ്റീരിയലിൽ ഇല്ലുസ്ട്രേഷൻ 17 ആണ് നോക്കാൻ പോണത്. ഓക്കെ, എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആണ്, മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻ എന്ന് പറയണ ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഇല്ലുസ്ട്രേഷൻ 17. ഓക്കെ, അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നോക്കണേ. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് കൺസൈൻമെൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടുക. കൺസൈൻമെൻറ്റിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ കൺസൈൻമെൻറ്റിൻ്റെ ബേസിക് തുടങ്ങിയൊന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. ഓക്കെ, ഇനി കൺസൈൻമെൻറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്കായിരിക്കുള്ളൂ ഈ ഇല്ലുസ്ട്രേഷൻ 17 എളുപ്പം മനസ്സിലാവുക. ആദ്യം തന്നെ നമ്മൾ കൺസൈൻമെൻറ്റ് ഫ്രഷായിട്ട് കേൾക്കണോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നുണ്ടിട്ട് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, കൺസൈൻമെൻറ്റ് വെറുത്തു പോകും. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് കൺസൈൻമെൻറ്റിനെ കുറിച്ച് അറിയുന്നവർ മാത്രം ഈ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഓൾറെഡി അറിയാം, ഞങ്ങൾ ബാലൻസ് എല്ലാ പ്രോബ്ലം ചെയ്തു, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ 17 മാത്രമാണ് കുറച്ച് ടഫായിട്ടുള്ളത്, അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, അല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യുക, കൺസൈൻമെൻറ്റ് വീഡിയോ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഇല്ലുസ്ട്രേഷൻ വേണമെങ്കിൽ അതല്ല നമുക്ക് ബേസിക്കേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണത്, കൂടുതൽ പേരും എങ്ങനെയാണോ കമൻറ്റ് ചെയ്യണത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ല വേറെ ഏതെങ്കിലും ചാപ്റ്റർ വേറെ ഏതെങ്കിലും പ്രോബ്ലം ആയിട്ടാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇനി ഫസ്റ്റ് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ എക്സൽ ഷീറ്റിൽ അടിച്ച് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ടൈം വേണ്ടി വരും. ആ ടൈം ഇപ്പോൾ ഭയങ്കര കുറവായിട്ടുള്ളത് കാരണം ഞാൻ ഇപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയതല്ല, എൻ്റെ സ്റ്റുഡൻറ്റ് എഴുതി കറക്റ്റായിട്ട് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് വെച്ച് ഞാനപ്പോൾ അത് PDF ആക്കിയിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം നമ്മൾ എക്സൽ ഷീറ്റിൽ വരുമ്പോൾ എനിക്ക് ഒത്തിരി ടൈം ആകണം, അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാൻ കുറച്ച് പുറകോട്ട് പോകുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പീഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 17 നോക്കാം. അക്കൗണ്ട് സെയിൽ റിസീവ്ഡ് ഫ്രം ആൻ ഏജന്റ് ഡിസ്ക്ലോസ്ഡ് that the sale made at 10% above the price was 44% of the sale made at invoice price, which is cost plus 25%. എന്തെങ്കിലും മനസ്സിലായോ? അതായത് അക്കൗണ്ട് സെയിൽ എന്ന് പറയൂലേ, ഏജന്റ് എന്ത് ചെയ്യും, കൺസൈനർക്ക് അയക്കും, നമുക്ക് ഇത്രയും സെയിൽ നടത്തിയിട്ടുണ്ട്, ഇത്ര എക്സ്പെൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് സെയിൽ ഒന്ന് അയക്കും. ആ അക്കൗണ്ട് സെയിൽ അയക്കണതിൽ നിന്ന് വന്ന ഇൻഫോർമേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് അതിൽ നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്ലസ് 20, അതായത് ഇൻവോയ്സ് പ്രൈസിലാണ്, കോസ്റ്റ് പ്ലസ് 25%, ഇൻവോയ്സ് പ്രൈസിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ 100% അയച്ചിട്ടുണ്ടാവും, അത് സെയിൽ ചെയ്തിരിക്കുന്നത് എന്താണ്, 125%. ഇപ്പം നമുക്ക് ഈ കൺസൈൻമെൻറ്റിൽ ഇതാണ് പഠിക്കാനുള്ളത്. നോർമലായിട്ട് കോസ്റ്റ് പ്രൈസിലുള്ളതും ഇൻവോയ്സ് പ്രൈസിലുള്ളതുമാണ്, ലോഡിങ്ങും കൂടി ചേർത്തിട്ടുള്ള കണക്കാണ് പഠിക്കാനുള്ളത്. ഈ ലോഡിങ്ങും കൂടി ചേർത്തിട്ടുള്ളതിൽ ഇതിൽ ഇത്രയും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ആ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കുഴപ്പി വരുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇല്ലുസ്ട്രേഷൻ 17 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് പറയുന്നത് എന്താണ്, ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് നമുക്ക് അയച്ചിരിക്കുന്നത്, നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്, അത് 25% ആണ്. അപ്പോൾ 125%, കോസ്റ്റ് പ്ലസ് 25%, അതായത് 100 പ്ലസ് 25%, 125%. ആ 125%, എന്നുള്ളത് മാത്രമല്ല, അതിൽ ഒരു ഭാഗം സെയിൽ എത്രയാണെന്ന് എമൗണ്ട് ഒന്നും പറയാനില്ല, ഒരു ഭാഗം സെയിൽ ചെയ്തിരിക്കുന്നത് 10% കൂടി പ്രൈസ് കൂട്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണ് ചെയ്യുന്നത്, 125%, പക്ഷെ അതിൽ 44%, ആ സെയിൽ ചെയ്തതിൽ 44% സെയിൽ ചെയ്തിരിക്കുന്നത് 10% കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിൽ ചെയ്തിരിക്കുന്ന ഫുൾ വാല്യൂവും നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതിൽ 44% സെയിൽ ചെയ്ത വാല്യൂവേ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആ വാല്യൂവിൽ 44% ഉള്ളത് നമുക്ക് 10% കൂടി ആഡ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്തിരിക്കണേന്ന്. ഓക്കെ, ഇനി നമുക്കത് നോട്ട് വെച്ച് പറയാം, അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് അങ്ങനെ മനസ്സിലാവും. ഓക്കെ, ഇനി ബാലൻസ് നോക്കാം. ഓൾ ദ സെയിൽ ആർ മെയ്ഡ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. എല്ലാ സെയിലും എങ്ങനെയാണ്, ക്രെഡിറ്റ് ബേസിസിലാണ്, ഒന്ന് ക്യാഷ് ബേസിസിലല്ല, ഒന്നുമില്ല.
ഹി ഇൻകേർഡ് എക്സ്പെൻസസ് 5,000, അതിൽ 1,800 റിക്കറിങ് നേച്ചറാണ്. അതായത് കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. അതിൽ 1,800 എന്ന് വെച്ചാൽ റിക്കറിങ് നേച്ചറാണ്. നമുക്കിവിടെ റിക്കറിങ് നേച്ചറും നോൺ റിക്കറിങ് നേച്ചറും വരും. അതിൽ ഉള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ സ്റ്റോക്ക് കണക്കാക്കാൻ നേരത്തേക്കും നമുക്ക് നോൺ റിക്കറിങ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, കൺസൈനിയുടെ എക്സ്പെൻസ് നോൺ റിക്കറിങ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യും, വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ റിക്കറിങ് നോൺ റിക്കറിങ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോർവേഡിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ. കൺസൈനറുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,400. അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസ് 5,000 ആണ്, കൺസൈനറുടെ എക്സ്പെൻസ് 2,400 ആണ്. ഏജന്റ് ഹാസ് റെമിറ്റഡ് ദ ബാലൻസ് ഡ്യൂ ഫ്രം him through bank draft of 4,11,650 after deducting the expense, 5% of commission gross sale, bad debt 850 and bills payable accepted by him for 10,000. ഓക്കെ, അപ്പോഴാണ് ഒരു എമൗണ്ട് പറയുന്നത്. എന്താണ്? 4,11,650 എന്നുള്ളത് എമൗണ്ട് കൺസൈനർക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, ആ അയച്ചത് ഈ കൺസൈനിയുടെ എക്സ്പെൻസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ എമൗണ്ട്. അപ്പോൾ ഏതോ ഒരു എമൗണ്ട് നമുക്ക് സെയിൽ ചെയ്ത് ക്രെഡിറ്റ് സെയിൽ ചെയ്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ എമൗണ്ടിൽ നിന്ന് കൺസൈനിയുടെ എക്സ്പെൻസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് കൺസൈനിക്ക് ഇവിടെ വന്നിട്ടേക്കുള്ള എക്സ്പെൻസ് ഉണ്ട് ഒരു 5,000 അല്ലേ? ആ 5,000ഉം പിന്നെ എന്താണ് വേറെ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 5% ഗ്രോസ് സെയിലേ നമുക്കറിയില്ല, അതിൻ്റെ 5% കമ്മീഷൻ ഉണ്ട്, അത് ഡിഡക്റ്റ് ചെയ്തു. ബാഡ് ഡെപ്റ്റ് 850 ഡിഡക്റ്റ് ചെയ്തു. ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് ബൈ ഹിം 10,000ഉം ഡിഡക്റ്റ് ചെയ്തു. എന്നിട്ട് അത് മൈനസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് 4,11,650 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്താൽ പോരെ? 4,11,650 എന്നുള്ളത് ഇതൊക്കെ മൈനസ് ചെയ്തിട്ട് കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കിട്ടും അല്ലേ? അങ്ങനെ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ദ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ലൈങ് വിത്ത് ഏജന്റ് എമൗണ്ട് ടു 50,000. അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 50,000 ആണ്. അത് കോസ്റ്റ് പ്രൈസിലാണ്, ഒറിജിനൽ കോസ്റ്റിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്, ഇൻവോയ്സ് പ്രൈസിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ഏജൻറ്റ് അക്കൗണ്ടും ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യണത് വലിയ കാര്യമല്ല. കാരണം എന്താ? നമ്മൾ ഇത്രയും കൺസൈൻമെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കുഴപ്പിക്കുന്ന കാര്യം എന്താ? ഇവിടെ ആകെ കൊടുത്തിരിക്കുന്ന വാല്യൂ 4,11,650 ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ച് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? കൺസൈനിക്ക് എത്ര എമൗണ്ട് അയച്ചിട്ടുണ്ട്, എത്ര ഗുഡ്സ് അയച്ചിട്ടുണ്ട്, കൺസൈനി എത്ര സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ നമുക്ക് എന്താണ് ഇത്ര സ്റ്റോക്ക് വരണുണ്ട് എന്നുള്ള എല്ലാ വാല്യൂം അത് വെച്ചിട്ട് നമുക്ക് ആ സെയിൽ കിട്ടിയാലേ നമുക്ക് ഇവിടെ കമ്മീഷൻ വരയ്ക്കും കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ വാല്യൂവും നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് 4,11,650 എന്നുള്ള ഒരു ഫിഗറിൽ നിന്ന് വേണം എല്ലാ വാല്യൂ അറൈവ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പം അതാണ് നമ്മളൊന്ന് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കണത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവണ്ടോയെന്ന് നോക്കാം. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇൻവോയ്സ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്ലസ് 25%. കോസ്റ്റ് എന്നുള്ളത് നമ്മൾ 100% ആയിട്ട് എടുക്കും. അതിൻ്റെ കൂടെ 25% കൂടി കൂട്ടിയിട്ടാണ് ഇൻവോയ്സ് പ്രൈസിലാണ് ഇവിടെ കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻവോയ്സ് പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇൻവോയ്സ് പ്രൈസിൽ വരുന്ന ഗുഡ്സ് എൻഡിന്, ക്ലോസിംഗ് സ്റ്റോക്കിന്, ഇനി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ലോസിനൊക്കെ നമ്മൾ എന്തെങ്കിലും ലോഡിങ് കാണണം. ഓക്കെ, ലോഡിങ് കണക്കാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻവോയ്സ് പ്രൈസിൽ വെക്കേണ്ടത്. ഇവിടെ പക്ഷേ എക്സ്ട്രാ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താണ്? നമുക്ക് ഒരു വാല്യൂ അറിയില്ല, എല്ലാ വാല്യൂവും കണ്ടുപിടിക്കണം. ഇനി എന്താണ്? കൺസൈനിക്ക് കിട്ടിയ ഗുഡ്സ് ക്രെഡിറ്റ് സെയിലിനാണ് കൊടുക്കുന്നത് അല്ലേ? കൺസൈനിക്ക് കിട്ടിയത് നമ്മളൊന്നും ക്യാഷ് സെയിലിനല്ല, ക്രെഡിറ്റ് സെയിലിനാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിറ്റതിൽ, അതായത് സെയിൽ ചെയ്യണതിൽ 44% ഗുഡ്സും എന്താണ് 10% പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് എത്രയും വിറ്റതെന്ന് അറിയില്ല, എത്രയും സെയിൽ നടത്തിയെന്ന് അറിയില്ല, പക്ഷേ സെയിൽ നടത്തിയതിൽ 44%. ഇപ്പം സെയിൽ നടത്തിയത് 1,00,000 രൂപയ്ക്കാണെങ്കിൽ അതിൻ്റെ 44%, 44,000 എത്രയിനായിരിക്കുള്ളൂ? ആ 10%, ഈ 125 നമ്മൾ ഇൻവോയ്സ് പ്രൈസിനാണ് സെയിൽ ചെയ്യണത്. പ്ലസ് എത്രയാണ്? 12 പ്ലസ് 10% കൂടി ആഡ് ചെയ്ത് ഓക്കെ 137.5 ആ 44,000 ഗുഡ്സും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സെയിൽ ചെയ്തിരിക്കണം. പക്ഷെ അത് എത്രയാണ്? ആ 1 lakh എന്നുള്ളത് നമ്മളിപ്പോൾ ചുമ്മാ പറഞ്ഞിരിക്കുന്ന ഒരു ഫിഗറാണ്. നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ? സെയിൽ ചെയ്തിരിക്കുന്നത്
നമുക്കത് കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഗുഡ് സൈൻ, അത് തിരിച്ച് നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഏജന്റ് കൺസൈനർക്ക് കൊടുത്തത്, ഏജന്റ് കൺസൈൻ അതായത് കൺസൈനർക്ക് കൊടുത്തത് 4,11,650 ആണ് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്ത് നമ്മൾ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണ്ടേ? ഇപ്പം നമുക്ക് സെയിൽ എമൗണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിൽ എമൗണ്ട് എഴുതിയിട്ട് അതിൽ നിന്ന് കൺസൈനിക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം ലെസ് ചെയ്യും അതിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബാലൻസ് ഉള്ളതായിരിക്കും നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സെയിൽ എമൗണ്ട് അറിയില്ല. നമുക്ക് അറിയാവുന്ന എമൗണ്ട് എന്താണ്? ഈ 4,11,650 പേ ചെയ്തു എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ 4,11,650 പേ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? റിവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സെയിൽ കണ്ടുപിടിക്കണം. എങ്ങനെ റിവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും? 4,11,650 നമുക്ക് കൺസൈനിയുടെ എക്സ്പെൻസ് ആഡ് ചെയ്യണം, ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം, ബിൽസ് പേബിൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ കിട്ടും. പിന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ സെയിലിൻ്റെ 5% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിലേ നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ 5% വരുമ്പോൾ നമുക്ക് ആ ഫോർമുല ചെയ്ത് ഇട്ടിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതെങ്ങനെ റിവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മൾ പേ ചെയ്ത് 4,11,650 ആണ്. അതിൽ എക്സ്പെൻസും ബാഡ് ഡെപ്റ്റും ബിൽസ് പേബിളും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 4,27,500 വരും. അതിൻ്റെ കൂടെ കമ്മീഷൻ എന്ന് പറയുന്ന 5% അല്ലേ? ഇപ്പോൾ സെയിലിന് നമ്മൾ എന്താണ് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിലിൻ്റെ 5% എന്ന് പറയുമ്പോൾ എക്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ എന്താവും? 0.05x ആവും. അപ്പോൾ 4,27,500 കൂടെ ആ 0.05x കൂടി ആഡ് ചെയ്യണതാണ് സെയിൽ എമൗണ്ട് അല്ലേ? സെയിൽ എമൗണ്ട്. അത് നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെ എടുക്കാം? നമുക്ക് ഫോർമുല സോൾവ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? സെയിൽ എന്ന് പറയണത്, അതായത് എക്സ് എന്ന് പറയണത് എന്താണ്? -0.05 അല്ലേ? 0.05x കമ്മീഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 4,27,500 എന്നുള്ളത് അല്ലേ? സെയിൽ എന്നുള്ളത് ഈ കമ്മീഷൻ മൈനസ് ചെയ്തിട്ടുള്ള, സെയിലിൽ നിന്ന് കമ്മീഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 4,27,500 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ എക്സിൽ നിന്ന് -0.05 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0.95 വരും. എക്സ് എന്നുള്ളത് എന്താണ്? 1 ആണ്. എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1ൽ നിന്ന് 0.05 എക്സ് മൈനസ് ചെയ്യുമ്പോൾ 0.95x വരും. അതാണ് 4,27,500 എന്നുള്ളത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? 4,27,500 ഡിവൈഡഡ് ബൈ 0.95 ചെയ്യുക. അപ്പോൾ എത്ര വരും? 4,50,000 വരും. അപ്പോൾ സെയിൽ വാല്യൂ കിട്ടിയോ നമുക്ക്? സെയിൽ വാല്യൂ എത്രയാണ്? 4,50,000 ആണ് സെയിൽ വാല്യൂ എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമുക്ക് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ടോട്ടൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കണ്ടുപിടിച്ചത്? 4,50,000 എന്ന് കണ്ടുപിടിച്ച് എത്രയാണ്? 4,50,000 എന്ന് നമുക്ക് ടോട്ടൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഇവരെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻവോയ്സ് പ്രൈസ് ഉണ്ട് അല്ലേ? ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഉണ്ട്, 125% ഉണ്ട്. പക്ഷെ അതിൽ ആ 125%-ൽ ഒരു 44% എന്നുള്ളത് 10% കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് വിറ്റിരിക്കണേന്നാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കൊടുക്കണം. ഒന്ന് ഇൻവോയ്സ് പ്രൈസ് 125%-ലുണ്ട്, പിന്നെ ഈ ഇൻവോയ്സ് പ്രൈസിൻ്റെ 44% 10% കൂടി ആഡ് ചെയ്തതാണെന്ന്. അതായത് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ എക്സ് കൊടുത്തുകൊണ്ട് ഇതിന് ഇൻവോയ്സ് പ്രൈസിന് വൈക്ക് കൊടുക്കാം. ഇതിന് മുന്നേ നമ്മൾ എക്സ് അല്ലേ കൊടുത്തത്, അതുകൊണ്ട് ഇനി കൺഫ്യൂഷൻ വേണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈ കൊടുക്കാം. ഈ വൈയുടെ 10%, വൈയിൽ 44% ഗുഡ്സ്, വൈയിൽ ഇൻവോയ്സ് പ്രൈസിന് വിറ്റിരിക്കണതിൽ 44% ഗുഡ്സ് എത്രയാണ്? 10% കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വൈ പ്ലസ് 44% ഓഫ് വൈ, വൈയുടെ 44% അല്ലേ? ഈ 4,50,000 എന്നുള്ള ടോട്ടൽ സെയിലാണ്. ആ ടോട്ടൽ സെയിലിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഒന്ന് ഇൻവോയ്സ് പ്രൈസിലും ആ ഇൻവോയ്സ് പ്രൈസിൻ്റെ 44% എന്നുള്ളത് 10% ആഡ് ചെയ്തിട്ടാണ് വിറ്റിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ആക്കി എടുത്ത് എങ്ങനെ വരും? 125%-ന് വൈന്ന് എടുത്തു, 44% ഓഫ് വൈ എന്നുള്ളത് 0.44y എന്നാണ് കൊടുക്കുക. 10%, 125%-ന് 10% ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താ ഒരു ഹിൻഡ് നമുക്ക് തന്നിരിക്കുന്നത്? 44% ആണ് ആ ഗുഡ്സ് എന്നുള്ളത്. എന്താണ്? 44% ആണ് എന്നുള്ള ഒരു ഹിൻഡാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഹിൻഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഫോർമുല എടുക്കാം. 4,50,000 = y + 0.44y എന്ന് പറഞ്ഞൊരു ഫോർമുല എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണം? അതായത് y + 445 എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ എന്നാൽ 1 ആണ്. അപ്പോൾ 1 + 0.445 എന്ന് വെച്ചാൽ 1.445 എന്ന് വരും. അപ്പോൾ y കാണാനായിട്ട് എന്ത് ചെയ്യണം? 4,50,000 ഡിവൈഡഡ് ബൈ 1.44 എത്ര വരും? 3,12,500 എന്ന് വരും. അപ്പോൾ y കിട്ടി. y ഇവിടത്തെ കിട്ടിയിട്ടുള്ളൂ, വാല്യൂ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. ഇനി എന്ത് ചെയ്യണം? ഈ വൈയുടെ 44% കാണണം. വൈയുടെ 44% എന്ന് പറയുന്നത് എന്താണ്?
വൈയുടെ 44% എന്ന് പറയുന്നത് 1,37,500. ഓക്കെ, അപ്പോൾ 3,12,500 1,37,500 കൂടി ആഡ് ചെയ്യാൻ നേരത്ത് എത്ര കിട്ടും നമുക്ക്? 4,50,000 കിട്ടും. എത്ര കിട്ടും? 4,50,000 നമുക്ക് ആദ്യം കണ്ടുപിടിച്ച സെയിൽ കിട്ടും. ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സെയിലുള്ള 2 തരം സെയിൽ കണ്ടുപിടിച്ചു. ഇനി കൺസൈനിക്ക് എത്ര അയച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അയച്ചു എന്നുള്ളതിന് കണ്ടുപിടിക്കാൻ നേരത്തെ ഇപ്പൊ ഇതിൽ കിടക്കണ വാല്യൂ അനുസരിച്ച് ഈ 3,12,000 എന്നുള്ളത് ഇൻവോയ്സ് പ്രൈസിലും ഇത് കിടക്കണത് അതായത് 125%ലും ഈ വാല്യൂ കിടക്കണത് 44% കിടക്കണത് 137.5ലുമാണ് അല്ലേ? 125 പ്ലസ് 10% കൂടി കൂട്ടിയാണ് കിടക്കണത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ എക്സ്ട്രാ വന്ന 10%നെ ഒഴിവാക്കണം. 137,500നെ ഒഴിവാക്കണം. ആ 137,500നെ ഒഴിവാക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൽ എക്സ്ട്രാ വന്ന 10% മാത്രം കളയുക. എക്സ്ട്രാ വന്ന 10% മാത്രം കളയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? 137,500 ഡിവൈഡഡ് ബൈ 110 × 100 എന്ന്. അപ്പോൾ എത്ര കിട്ടും? 1,25,000. അപ്പോൾ 2 വാല്യൂ നമുക്ക് എന്തിൽ കിട്ടി? നമുക്ക് ഇൻവോയ്സ് പ്രൈസിൽ കിട്ടി. അതായത് 137,500 എന്നുള്ള വാല്യൂവിൻ്റെ എക്സ്ട്രാ എമൗണ്ട് 110% മാറ്റി കഴിഞ്ഞപ്പോൾ 1,25,000 ആയി. ഇവിടെ 3,12,500 എന്നുള്ളത് ഇൻവോയ്സ് പ്രൈസിൽ തന്നെയാണ്. രണ്ടിന് ഇൻവോയ്സ് പ്രൈസിൽ കിട്ടി. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 50,000 ഉണ്ടെന്നുള്ളത്. അത് കോസ്റ്റ് പ്രൈസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് ഇതിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്. ഇത് ഇപ്പം നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പം നമുക്ക് ആ ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന് കോസ്റ്റ് പ്രൈസിലും ഒന്ന് ഇൻവോയ്സ് പ്രൈസിലും കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇൻവോയ്സ് പ്രൈസിനെ എടുത്ത് നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റണം. ഇപ്പം കണ്ടുപിടിച്ച ഇൻവോയ്സ് പ്രൈസിനെ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റണം. അപ്പോൾ എത്രയാണ്? 4 lakh, അതായത് 3,12,000 ഈ കോസ്റ്റ് പ്രൈസ് 110 കൂടി മാറ്റിക്കഴിഞ്ഞാൽ 4,37,500 കിട്ടും. ആ 4,37,000 എന്നുള്ള ഇൻവോയ്സ് പ്രൈസ് ആണ്. അത് കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് 125 ആണ്, കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് 100 ആണ്. അപ്പോൾ 4,37,500 ഡിവൈഡഡ് ബൈ 125 × 100 ചെയ്യുമ്പോൾ 3,50,000 എന്നുള്ളത് കോസ്റ്റ് പ്രൈസിൽ കിട്ടി അല്ലേ? ഇനി ഈ കോസ്റ്റ് പ്രൈസിൽ കിട്ടിയതും പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 lakh എന്നുള്ളത് കിട്ടും. ഓക്കെ, 4 lakh എന്നുള്ളത് ഇതിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്. പക്ഷെ നമുക്ക് കോസ്റ്റ് പ്രൈസിലാണോ നമുക്ക് ഗുഡ്സ് എൻഡ് എന്നുള്ളത് വന്നു. പക്ഷെ നമുക്ക് ഈ കോസ്റ്റ് പ്രൈസിലാണോ നമുക്ക് കൺസൈനിക്ക് കൊടുത്തത്? അല്ല, തിരിച്ചു ഏതിലാണ്? ഇൻവോയ്സ് പ്രൈസിലാണ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് എന്തിനാണ് ഈ കോസ്റ്റ് പ്രൈസിലോട്ട് നമ്മളിത് ആക്കിയത്? ഓൾറെഡി ഇൻവോയ്സ് പ്രൈസിലല്ലായിരുന്നോ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ കോസ്റ്റ് പ്രൈസിലോട്ട് ആക്കിയത്? നമ്മൾ ആക്കേണ്ട കാര്യം എന്തായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള വാല്യൂ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് ഏതിലാണ്? കോസ്റ്റ് പ്രൈസിലായിരുന്നു. അതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് ഇൻവോയ്സ് പ്രൈസും കൂടി വരാൻ നേരത്തേക്ക് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് ഇൻവോയ്സ് പ്രൈസിൽ ഇരുന്നതിനെ നമ്മൾ എന്ത് ചെയ്ത് കോസ്റ്റ് പ്രൈസിലോട്ടാക്കി അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് പിന്നീട് ആ കിട്ടിയ വാല്യൂവിന്, അതായത് 4 lakhനെ വീണ്ടും നമ്മൾ ഇൻവോയ്സ് പ്രൈസിലോട്ടാക്കണം. കോസ്റ്റ് പ്രൈസിലുള്ള 4 lakh ആണ്. 4 lakhനെ ഇൻവോയ്സ് പ്രൈസിലോട്ടാക്കണമെങ്കിൽ എന്താണ്? 125% ആഡ് ചെയ്യണം അല്ലേ? 25% കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 4 lakh × 125% വരുമ്പോൾ 5 lakh. ഇതാണ് ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെയിലും കിട്ടി, ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റും കിട്ടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്താണ്? നമുക്ക് ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റ് 4 lakh സെയിൽ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ എക്സ്പെൻസ് ഒക്കെ കുറച്ച് നോക്കുക. സെയിലിൻ്റെ 5% കമ്മീഷൻ കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൽ നിന്ന് നമുക്ക് ഈ ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഇടുക. അതെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് അല്ലെ? ഇത്രയാണ് നമുക്ക് പാട്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഇടാൻ നമുക്ക് പ്രശ്നമില്ല. എന്താണ്? ഗുഡ്സ് ആൻഡ് ഡൗൺ കൺസൈൻമെന്റ് എന്നുള്ളത് 5 lakh. ഇതെന്താണ്? ഇൻവോയ്സ് പ്രൈസ് ആണ്. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ലോഡിംഗ് ഇറക്കണം. ലോഡിംഗ് ഇറക്കാൻ നേരത്തെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഗുഡ്സ് ഓൺ സെൻഡ് ഓൺ കൺസൈൻമെന്റ് ഇറക്കണം. എത്രയാണ്? 1 lakh. 1 lakh നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1 lakh ആണ്. ഇനി എന്താ സെയിൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക? ഇത് ക്രെഡിറ്റ് സെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൺസൈൻമെന്റ് ഡെറ്റർ എന്ന് പറഞ്ഞ് എഴുതുക. എത്രയാണ്? 4,50,000. ഓക്കെ, ഇനി നമുക്ക് കൺസൈനറുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2,400 ആണ്. അതങ്ങനെ തന്നെ എഴുതുക. കൺസൈനിയുടെ എക്സ്പെൻസ് എങ്ങനെയാണ് പറഞ്ഞ് എഴുതുക? റിക്കറിംഗ് ഉണ്ട്, നോൺ റിക്കറിംഗ് ഉണ്ട്. അപ്പോൾ എന്താ എഴുതുക? 1,800, 3,200 രണ്ടായിട്ട് കാണിക്കുക, 5,000 എന്നുള്ളത്. പിന്നെ കമ്മീഷൻ കൊടുക്കേണ്ട 5% സെയിൽ. ഓക്കെ, സെയിലിൻ്റെ 5% 22,500 കൊടുക്കുക. പിന്നെ എന്താണ്? ഇവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അത് കൺസൈൻമെന്റ് ഡെപ്റ്റർ എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്, 850. ഓക്കെ, കൺസൈൻമെന്റ് ബാഡ് വരുമ്പോഴും കൺസൈൻമെന്റ് ഡെപ്റ്റർ എന്ന് പറയണം. ക്രെഡിറ്റ് സെയിൽ വരുമ്പോഴും നമ്മൾ എന്താണ്? കൺസൈൻമെന്റ് ഡെപ്റ്റർ എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി കാണേണ്ടത് സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വർക്കിംഗ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും എന്താണ് ഇതിലേക്ക് ചെയ്യരുത്. ഓക്കെ,
അപ്പോൾ എന്താണ് കോസ്റ്റ് എന്നുള്ളതെന്നാണ് 50,000 ആണ്. അതിൽ 25% ആഡ് ചെയ്യണം. കോസ്റ്റിനോടെ 25 ഇത് കോസ്റ്റ് പ്രൈസിലല്ലേ ഇരിക്കുന്നത്, അതിന് 25% ആഡ് ചെയ്തേണ്ട ഇൻവോയ്സ് പ്രൈസിലേക്ക് ആക്കണ്ടേ. അപ്പോൾ 62,500 വരും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്തൊക്കെയാണ് ചെയ്യാറ്, ഒന്ന് കൺസൈൻമെൻറ്റിൻ്റെ കൺസൈനറുടെ എക്സ്പെൻസ്, കൺസൈനിയുടെ നോൺ റിക്കറിങ് എക്സ്പെൻസ് അല്ലേ, ഇതിന് വേണ്ടി മാത്രം വന്നിട്ടുള്ള എക്സ്പെൻസ് അതും ആഡ് ചെയ്യാം. അപ്പോൾ കൺസൈനറുടെ എക്സ്പെൻസ് നമുക്ക് ഇവിടെ 2,400 എന്ന് വന്നിട്ടുണ്ട്. 2,400 എന്നുള്ളത് ഏതിൻ്റെയാണ്, 5 lakhന് അയച്ചപ്പോൾ വന്ന എക്സ്പെൻസ് ആണ്. 50,000 ഉള്ള എക്സ്പെൻസ് ആണോ, അല്ല, 5 lakh അയച്ചപ്പോൾ വന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ 2,400 5 lakh ആണ് ഡിവൈഡഡ് ബൈ ഇപ്പോൾ എത്രയാണ് ഇൻവോയ്സ് പ്രൈസും കൂടി ചേർക്കാൻ നേരത്തെ എത്രയാണ്, ഇത് ഇൻവോയ്സ് പ്രൈസിലല്ലേ. അപ്പോൾ ഈ 50,000 ഇൻവോയ്സ് പ്രൈസിൽ എടുക്കണ്ടേ. അപ്പോൾ 62,500 എങ്ങനെ എടുക്കണ്ടേ, 2,400 ഡിവൈഡഡ് ബൈ 5 lakh, 5 lakhന് വന്ന എക്സ്പെൻസ് ആയിട്ട് ഇൻറ്റു 62,500. ഇത് ഇൻവോയ്സ് പ്രൈസ് ആണ്, അതുകൊണ്ട് ഇതും ഇൻവോയ്സ് പ്രൈസിൽ എടുത്തു. ഓക്കെ, അപ്പോൾ എത്ര വരും, ഈ 50,000 മാത്രം കൺസൈനറുടെ എക്സ്പെൻസ് എത്രയാണ്, 300 ആണ്. ഇനി അതേപോലെ കൺസൈനിയുടെ എക്സ്പെൻസ് പറഞ്ഞു നോൺ റിക്കറിങ് എക്സ്പെൻസ് ആണ് എടുക്കണേന്ന്. റിക്കറിങ് എടുക്കില്ല, നോൺ റിക്കറിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കില്ല. അപ്പോൾ കൺസൈനിയുടെ നോൺ റിക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 3,200 ആണ്. അത് വന്നിരിക്കുന്ന 5 lakhനാണ്. നമുക്ക് അറിയേണ്ടത് ഇതിനാണ് 62,500 എത്ര വന്നു എന്നാണ്. അപ്പോൾ എത്ര വരും, 400 വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണതാണ് 63,200 ആണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിനും പിന്നെ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റിനും ഇനി എന്തെങ്കിലും ഡാമേജ് നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അതിനുമാണ് നമ്മൾ ലോഡിങ് ഇറക്കേണ്ടത്. ഓക്കെ, കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഇവിടെ ആയതുകൊണ്ട് ലോഡിങ് ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, 63,200 ലോഡിങ് എത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് 12,500. അതാണ് ഇവിടെ എഴുതേണ്ടത് 12,500 എന്ന്. ഓക്കെ, അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 69,950 എന്ന് കിട്ടും. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അവിടെ നമ്മൾ എഴുതുക എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇതാണിത്. നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമുക്ക് വരക്കാനായിട്ട് പറ്റും, പക്ഷെ നമുക്ക് കൺഫ്യൂഷനുള്ള ഏരിയ ഏതാണ്, നമുക്ക് ഈ സ്റ്റോക്ക് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് സെയിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത്തിരി കൺഫ്യൂഷൻ ഒരു ടാർഗറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലം ആയിട്ട് വേണോ അല്ലെങ്കിൽ ചാപ്റ്റർ ആയിട്ട് വേണോ, ഇനി കൺസൈൻമെൻറ്റിൻ്റെ തന്നെ ബേസിക് വേണോ, എന്താണോ ഉള്ളത് അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. പിന്നെ ഇത് നിങ്ങൾ മനസ്സിലായി എന്ന് വെച്ച് അവിടെ വെച്ച് നിർത്തരുത്, 2 or 3 പ്രാവശ്യം എല്ലാം ചെയ്ത് തന്നെ നോക്കുക. കാരണം എന്താണ്, നമുക്ക് ഈ പ്രോബ്ലം തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ആലോചിച്ച് വരാൻ നേരത്തേക്ക് നമുക്ക് ടൈം പോകും അല്ലേ. നമുക്ക് മനസ്സിലായാലും നമുക്കത് ആലോചിച്ച് ഇതിൽ നിന്ന് ഇതെടുക്കണം, ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്താലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് അവിടെ ടൈമില്ല. അറിയാലോ, ഓരോ സെക്കൻഡും വിലപ്പെട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യനും ഇതേ ഫിഗറും വരുമെന്നല്ല ഞാൻ പറയണത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്കത് ഇടുള്ളൂ, എക്സാമിന് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതേ ക്വസ്റ്റ്യൻ വരൂല എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.